أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫിലെ 110 ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ആയത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ ആയത്ത് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആഹ്, പലതരം ഖിറാഅത്തുകൾ ഉള്ള ഒരു ആയത്ത് കൂടിയാണിത്. അത് പ്രകടമായിട്ട് രണ്ട് സ്ഥലത്താണ് അത് വരുന്നത്. ഒന്ന് ഖദ് കുദിബു എന്നുള്ളിടത്ത് ഖദ് കുദിബു എന്ന് ഓതിയ ഖിറാഅത്തുണ്ട്. അതുപോലെ നുജ്ജി മന്നഷ എന്നുള്ളിടത്ത് ഫനുനജ്ജി എന്ന ഒരു ഖിറാഅത്തും നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം ആയത്തുകൾ കേൾക്കുമ്പോൾ, അതിന്റെ വിവിധ പാരായണങ്ങൾ കേൾക്കുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്നുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് രണ്ട് പാരായണങ്ങളുടെയും പ്രത്യേകത എന്താണെന്നുള്ളത് ആ സമയത്ത് പറയാം. എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ മാത്രം ഈ 110 ആയത്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കൂടി ഈ 110 വേഴ്സ് നമ്പർ 110 ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. കാരണം അതിനകത്ത് ഈ ഈ രണ്ട് ഖിറാഅത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അർത്ഥ തലങ്ങൾ, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നം എന്നല്ല എന്നെ പറയാം, വിശദീകരണങ്ങൾ, സങ്കീർണമായിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് പിന്നെ ഗ്രഹിച്ചെടുക്കാൻ പറ്റും. ഈ ആയത്തിന്റെ ഒരു തുടക്കം ഹത്താ ഇദസ്തൈ അസർ റുസുലു. സാധാരണഗതിയിൽ ഒരു ആയത്തും ഇങ്ങനെ ഹത്ത വെച്ചിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഹത്താ ഇദസ്തൈ അസർ റുസുലു, അങ്ങനെ ഇദസ്തൈ അസർ റുസുലു, പ്രവാചകന്മാർക്ക് അങ്ങേയറ്റത്തെ നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയല്ല, മറിച്ച് നിരാശ തോന്നുന്നു എന്ന് അവർക്ക് അനുഭവപ്പെട്ടപ്പോ, ഇസ്തൈ അസ എന്ന് പറഞ്ഞ യഅ്സ് എന്നാണ്, യഅ്സ്. അതിനെ കുറിച്ച് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പ്രവാചകന്മാർക്ക് നിരാശ തോന്നുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ, വലന്നു, അതുപോലെ തന്നെ അവര് വിചാരിക്കുകയും ചെയ്തപ്പോൾ, അന്നഹും ഖദ് കുദിബു എന്നാണെങ്കിൽ അവരോട് കളവ് പറയപ്പെട്ടു എന്ന് അവർക്ക് തോന്നിയപ്പോൾ, ഖദ് കുദിബു എന്നാണെങ്കിൽ അവർ കളവാക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നിയപ്പോൾ, രണ്ടും വ്യത്യാസം ശ്രദ്ധിക്കണോട്ടാ, നമുക്ക് വിശദീകരിക്കാം. ജാഅഹും നസ്റുന, അപ്പോൾ നമ്മുടെ സഹായം അവർക്ക് വന്നെത്തിച്ചേർന്നു. ഫനുജ്ജി മന്നഷ, അപ്പോൾ നാം ഉദ്ദേശിക്കുന്നവർ രക്ഷപ്പെടുത്തപ്പെട്ടു. നുജ്ജി എന്നാണെങ്കിൽ, ഫനുജ്ജിയ എന്നാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്നവർ രക്ഷപ്പെടുത്തപ്പെട്ടു. ഫനുനജ്ജി എന്നാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്നവരെ നാം രക്ഷപ്പെടുത്തുന്നു എന്നാവും. ഫനുനജ്ജി മന്നഷ എന്ന ഖിറാഅത്താണെങ്കിൽ. വലാ യുറദ്ദു ബഅസുന, നമ്മുടെ യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ യുദ്ധ സന്ദർഭങ്ങൾ തടയപ്പെടുകയില്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, ക്രിമിനലുകളായ, കുറ്റവാളികളായ സമുദായങ്ങളിൽ നിന്ന് ആ സമുദായങ്ങളെ നമ്മുടെ പ്രയാസം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കഠിനമായ പരീക്ഷണം അത് അവരിൽ നിന്ന് തടയപ്പെടുകയില്ല, അത് അവരെ ബാധിക്കുക തന്നെ ചെയ്യും എന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആയത്തിന്റെ കുറച്ചൊരു പെട്ടെന്ന് അത് കുരുക്കഴിച്ചെടുക്കാൻ നമുക്ക് ഇത്തിരി പ്രയാസമുള്ളത് പോലെ തോന്നാം. പക്ഷെ ആ ആയത്തിന്റെ സങ്കീർണത പോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തേക്ക് കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വേണ്ട ഒരുപാട് ഉത്ബോധനങ്ങൾ, പാഠങ്ങൾ, മോറൽസ് ഈ ആയത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് നമ്മൾ ഈ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അൺപാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു ഹത്ത എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ
അങ്ങനെ ഒരു ആയത്ത് തുടങ്ങാറില്ല. കാരണം അത് നേരത്തെ ഒരു ആയത്തിന്റെ ഭാഗമായിട്ടാണ് വരിക. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ആയത്ത് അങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പത്തെ ആയത്തുമായിട്ട് അതിന് അഭേദ്യമായ ബന്ധമുണ്ട്. എന്താ വെച്ചാൽ ഇതിനു മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലെ? അള്ളാഹു അവന്റെ ദൂതന്മാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച റുസല് നബി അല്ലെ, അൻബിയ റുസല് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. അപ്പോ അതിൽ ഈ പ്രവാചകന്മാര് അള്ളാഹുവിന്റെ വഹയുമായിട്ട് വന്നവരാണ്. ആ വന്ന സമുദായങ്ങളിൽ പലരും നശിപ്പിക്കപ്പെട്ടു. ആ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹ് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അള്ളാഹു ഇവിടെ പറയാണ്. എന്ത് കാരണമായിട്ടാണ് അവർ അങ്ങനത്തെ ഒരു നാശത്തിലേക്ക് എത്തിപ്പെട്ടത്? അതാണ് ഈ ആയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ സീൻസ് ദാറ്റ് ലെഡ് ടു ദെയർ ഡിസ്ട്രക്ഷൻ, അവരുടെ നാശത്തിന് കാരണമായി തീർന്ന അല്ലെങ്കിൽ അവരുടെ നാശത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്, അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇസ്തൈഅസ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അതായത് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് പൂർണ്ണമായും പ്രതീക്ഷ, പ്രവാചകന്മാർക്ക് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടില്ല. കാരണം എന്താ? അവർക്ക് വഹി കിട്ടുന്നുണ്ട് അല്ലെ? അള്ളാഹു നേരിട്ട് വഹി കൊടുക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ ഉണ്ടാകും, സാധ്യമായ എല്ലാ വാതിലുകളും അടയുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അതായത് പ്രത്യക്ഷത്തിൽ അവരുടെ മുമ്പിൽ യാതൊരു വഴികളും തുറന്നു കിടക്കുന്നില്ലാത്ത അവസ്ഥ വരും. ആ അവസ്ഥയ്ക്കാണ് ഇസ്തൈഅസ എന്ന് പറയാം. ഈ ഇതേ വാക്ക് ഇതേ സൂറത്തില് വേറൊരു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതെവിടെയെന്ന് പറയാമോ ആർക്കെങ്കിലും? ഇതേ വാക്ക് ഇസ്തൈഅസ എന്ന വാക്ക് വേറൊരു സ്ഥലത്ത് ഇതേ സൂറത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത്? എവിടെയാണ്, എപ്പോഴാണ് അത് പറഞ്ഞത്? യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എപ്പോഴത് ഓർക്കണ്ട? ആരും ഓർക്കുന്നില്ല? അതായത് ബിന്യാമീനെ പിടിച്ചു വെച്ചല്ലോ. ബിന്യാമീനെ യൂസുഫ് അലൈഹി ഇസ്ലാം പിടിച്ചു വെച്ചു. എന്താ അത്? ഇമാം ഇബ്നു തൈമിയ ഈ അതിനെ ഈ ഇത് രണ്ടിന്റെ ഏറെക്കുറെ അർത്ഥം ഒരേപോലെ ആയിട്ടാണ് വരിക. യഇസ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിരാശപ്പെട്ടു, അവളെ പ്രതീക്ഷയ്ക്ക് യാതൊരു വകുപ്പുമില്ല. ഇസ്തൈഅസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെടാൻ അടുത്തു, സമ്പൂർണമായിട്ട് നിരാശയായിട്ടില്ല, മറിച്ച് കുറച്ച് പ്രതീക്ഷ ബാക്കിയുണ്ട്. അതിനാണ് ഇസ്തൈഅസ എന്ന് പറയാം. മനസ്സിലായി? ഇസ്തിആസ്, ഇയാസ് രണ്ടും. യഇസിന്റെ മസ്തറായിട്ട് ഇയാസ്, ഇസ്തൈഅസിന്റെ മസ്തറായിട്ട് ഇസ്തിആസ്. ഈ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഗ്രാമർ വല്ലാതെ പറയുന്നില്ല, പക്ഷെ ഗ്രാമറിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടി വരും. അതായത് ഖുർആനില് യഇസ എന്ന് പറയുന്നതിന് പകരം ഇസ്തൈഅസ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന് വേറൊരു ഉദ്ദേശം ഉണ്ടെന്ന് തന്നെയാണ്. വിവിധ വാക്കുകൾ, അതായത് ഒരു വാക്ക് പറയേണ്ട സ്ഥലത്ത് അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് ഉപയോഗിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ, ഖുർആനില് ഒരർത്ഥമുള്ള ഒരു വാക്ക് അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക്, ഈ രണ്ട് പിന്നെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചു, വേറൊരു സ്ഥലത്ത് വേറൊരു വാക്ക് ഉപയോഗിച്ചു എങ്കിൽ അതിന് വേറൊരു മീനിങ് ഉണ്ടാകും. എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഫലമ്മസ്തൈഅസു ഖലസു നജിയൻ. ഇമാം ഇബ്നു തൈമിയ ഇതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ യഇസർ റജുലു യഇസർ റുസുലു എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥമാവുക പ്രവാചകന്മാർക്ക് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് വരിക. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ പ്രവാചകന്മാർക്ക് ഉണ്ടായിക്കൂടാ. എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അതായത് മനുഷ്യര് വിശ്വസിക്കില്ല എന്ന പൂർണ്ണമായ പ്രതീക്ഷ അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ. എന്തുകൊണ്ട് പറ്റൂല? അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി ലഭിക്കുന്നുണ്ടല്ലോ അല്ലെ? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി ലഭിക്കുന്നിടത്തോളം അവർക്ക് പൂർണ്ണമായിട്ട് നിരാശ ഉണ്ടാവോ? ആ ഒരു പ്രതീക്ഷ അള്ളാഹു കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്.
അപ്പൊ ഒരർത്ഥത്തിലും പ്രവാചകന്മാർക്ക് പൂർണ്ണമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യഇസ എന്ന് ഉപയോഗിക്കാതെ ഇസ്തൈഅസ എന്ന വാക്ക് ഉപയോഗിച്ചത്. അതിന് തെളിവെന്താ? ഇതാണ് തെളിവ്. ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരങ്ങൾ രണ്ടാമത് ബിന്യാമീനെ യൂസുഫ് അലൈഹി സ്വലാം പിടിച്ചു വെച്ചപ്പോ അവർ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്ന ലഹു അബൻ ഷെയ്ഖൻ കബീറൻ, ഇവനൊരു വളരെ പ്രായമുള്ള ഒരു പിതാവുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഹുദ് അഹദന മക്കാനഹു, അവന് പകരം ഞങ്ങൾ ആരെങ്കിലും എടുത്തോ. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം അതിനെന്താ മറുപടി പറഞ്ഞത്? ബിന്യാമീന് പകരം നിങ്ങളിൽ ഒരാളെ പിടിച്ചു വെക്കണം എന്നാ ഞാൻ പിടിച്ചു വെക്കാന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? കഥ ഓർക്കണില്ലേ? യൂസുഫ് നബി പറഞ്ഞത് ബിന്യാമീനെ പിടിച്ചു വെക്കുന്നതിന് പകരം ഞങ്ങളിൽ ഒരാളെ പിടിച്ചു വെക്കാൻ ആ സഹോദരങ്ങൾ പറഞ്ഞപ്പോ യൂസുഫ് അലൈഹി സ്വലാം എന്താ മറുപടി പറഞ്ഞത്? ഓർക്കണ്ടോ? قال معاذ الله أن نأخذ إلا من وجدنا متاعنا. എന്താ അർത്ഥം പറ? അല്ലാഹുവിനോട് ചുരുക്കി പറ, എന്താണ് ആ പറഞ്ഞതിന്റെ ചുരുക്കി അർത്ഥം പറയേ? അല്ലാഹുവിനോട് ശരണം തേടുന്നു, അന്നെ പിടിച്ചു വെക്കുക എന്നത്. ഇല്ലാമം വജദിന മതാന എന്തഹു, ആരുടെ അടുത്ത് നിന്നാണോ മതാ കിട്ടിയത് അവനെ മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അതെ, ആരുടെ കയ്യിൽ നിന്നാണോ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പാത്രം, രാജാവിന്റെ അളവ് പാത്രം, ആ നഷ്ടപ്പെട്ടു പോയ പാത്രം ആരുടെ സഞ്ചിയിൽ നിന്നാണോ കിട്ടിയത് അവനെ മാത്രമേ ഞങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. കഥ പോലും മറന്നുപോയാ? പെരുന്നാളും റമദാനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓക്കെ. അപ്പോ ആരുടെ സഞ്ചിയിൽ നിന്നാണോ, ആരുടെ പാണ്ഡത്തിൽ നിന്നാണോ ഈ രാജാവിന്റെ അളവ് പാത്രം ഞങ്ങൾക്ക് കിട്ടിയത്, അങ്ങനെയുള്ള ഒരാളെ മാത്രമേ പിടിച്ചു വെക്കാൻ ഞങ്ങൾക്ക് പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് പറയുന്നത്, ഫലമ്മസ്തൈ അസൂ മിൻഹു, യൂസുഫ് അലൈഹി ഇസ്ലാമയിൽ അവർക്ക് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ ഖലസു നജിയൻ, അവർ എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രൈവറ്റ് ഒരു ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ അവർ കൂടിയാലോചിച്ചു. അവർ കൂടിയാലോചിച്ചു. അവിടെ ഇമാം ഇബ്നു തൈമിയ പറയണ അവർക്ക് സകല പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, ചെറിയൊരു പ്രതീക്ഷ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കാരണം ഇവിടെ പ്രവാചകന്മാർക്ക് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെടാതിരുന്നത് പോലെ അവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് തെളിവെന്താ? അതിന് തെളിവ് അടുത്ത ആയത്താണ്. അടുത്ത ആയത്ത് എന്ന് പറഞ്ഞാല് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ ബ്രദേഴ്സിലെ ഏറ്റവും മൂത്ത ഒരാൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അല്ലെ? മൂത്ത ബ്രദർ വാപ്പ നമ്മളെ അടുത്ത് ഒരു വലിയ കരാർ എടുത്തിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ഒപ്പം വരില്ല. പിന്നെയോ ഞാൻ ഈ ഭൂമിയിലൊക്കെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നോളാം. ഒന്നുകിൽ എൻ്റെ പിതാവ് എനിക്ക് അനുവാദം തരണം, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഒരു വഴി കാണിച്ചു തരണം. ഈ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അയാളെ കൊല്ലുന്നാണ്? അയാളെ പടച്ചവൻ മരിക്കുന്നത് വരെ അവിടെ കിടക്കുന്നതാണ്? അല്ല, മറിച്ച് ഇമാം ഇബ്നു തൈമിയ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ ഒന്നുകൂടി പോയിട്ട് യൂസുഫ് നബീനോട്, അന്ന് അവർക്ക് യൂസുഫാണെന്ന് അപ്പൊ അറിയില്ല, അറിയോ? പിന്നീടാണ് അറിയണം, അല്ലെ? ഒന്നുകൂടെ പോയിട്ട് പറഞ്ഞു നോക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു മറ്റൊരു കാര്യം തീരുമാനിച്ചേക്കാം. ഒന്നുകിൽ യൂസുഫ് അലൈഹി സ്വലാം മരിച്ചു, യൂസുഫ് അലൈഹി സ്വലാമിന്റെ തീരുമാനം മാറി. അതായത് ഒരു കാര്യത്തിൽ ഇങ്ങോട്ടാണ് ഒരാള് ഒരു തീരുമാനം, ഇത്തരം ഒരു തീരുമാനം വന്നാൽ അത് എപ്പോഴും മാറിക്കൂടാന്നില്ല. ചിലപ്പോൾ അത് മാറാം. ഒന്നുകിൽ യൂസുഫ് അലൈഹി സ്വലാം തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം വേറൊരാൾ വന്നേക്കാം. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മള് സാധാരണഗതിയിൽ ഈ പിന്നെ സക്സസിനെ കുറിച്ചും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചും നെഗോഷിയേഷനെ കുറിച്ചും ഒക്കെ പറയുന്ന, സെയിൽസ് ടെക്നിക്കിനെ കുറിച്ച് പറയുന്ന ആളുകൾ പറയാറില്ലല്ലേ, ഡോണ്ട് ടേക്ക് എ നോ ഫോർ എ നോ, അല്ലെ? ആളുകളുടെ നോയെ നോ ആയിട്ട് എടുക്കരുത്. പിന്നെയോ അവർ നോ പറയുമ്പോൾ നിങ്ങൾ വേറൊരു ഭാഗത്തൂടെ അവരെ അപ്രോച്ച് ചെയ്യണം. ഈ സെയിൽസിന് പഠിപ്പിക്കുന്ന ട്രിക്കാണ്.
ആരെങ്കിലും ഉണ്ടോ സെയിൽസിലുള്ളവർ ഇവിടെ? സെയിൽസിലൊക്കെ പോണ ഒരാളുകളുണ്ടോ? ആ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ട്രിക്കാണത്. എന്ത്, ആളുകള് ഒറ്റയടിക്ക് നോ പറയും. പക്ഷെ അപ്പൊ എന്ത് ചെയ്യണം? മറ്റൊരു വഴിയിലൂടെ അവരെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു വീക്ക് പോയിന്റിനെ തൊടണം. ആ വീക്ക് പോയിന്റിൽ അവരെന്ത് ചെയ്യും? ചിലപ്പോ പകുതി യെസ് പറയും. ഇതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാം, ഈ മിനിസ്റ്റർ അസീസ്, അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാം അവർ അസീസ് എന്നാണല്ലോ വിളിക്കണം. അസീസിന്റെ അഭിപ്രായങ്ങൾ മാറിയേക്കാം, അല്ലെങ്കിൽ രാജാവ് തന്നെ ഒരു പക്ഷെ ഇടപെട്ടേക്കാം. എനിക്ക് അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് ആ ബ്രദർ പറഞ്ഞത്. ഞാനിത് പറയണ എന്തിനാ, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇമാം ഇബ്നു തൈമിയുടെ ഈ കോട്ട് ഉദ്ധരിക്കുന്ന എന്തിനാ? ഇസ്തൈ അസ എന്ന് പറയുന്നതിന്റെ അർത്ഥം പറയാനാണ്. ഇസ്തൈ അസയുടെ അർത്ഥം എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഇസ്തൈ അസ എന്ന് പറഞ്ഞ അർത്ഥം നിരാശനാവും, അങ്ങേയറ്റം നിരാശ. അങ്ങേയറ്റം നിരാശ ബാധിച്ചു എന്നല്ല, പൂർണ്ണമായിട്ടും നിരാശയല്ല, മറിച്ച് നിരാശയോടടുത്ത ഒരു നിരാശ. സകല പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് ചില പ്രതീക്ഷകൾ അപ്പോഴും ബാക്കി നിൽക്കും. ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാവുണ്ടോ? പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന് എന്താ പറയാ? യഇസ. എന്താ പറയാ? യഇസ. അതും പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത്. എവിടെയാ? ഇതേ സൂറത്തില് യഇസ പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയ രണ്ടാമത് അത് ഉദ്ധരിക്കുന്നുണ്ട്. എവിടെയാ അത് പറയുന്നത്? യാ ബനിയ്യ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ. എന്നിട്ട് എന്താ പറയണ? സഹോദരനെ പറ്റിയിട്ട് അന്വേഷിക്കുക, ഞാൻ നിരാശയായിട്ടില്ല. യാ ബനിയ, എന്റെ മക്കളെ, ഇദ്ഹബു, നിങ്ങൾ പോകണം, ഫതഹസ്സസു മിൻ യൂസുഫ, യൂസുഫിനെ കുറിച്ചും വഹീഹി, അവന്റെ സഹോദരനെ കുറിച്ചും നിങ്ങൾ അന്വേഷിക്കണം. വലാ തൈഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ടും നിരാശരായി പോകരുത്. കാരണം ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ആശ്വാസത്തിൽ നിരാശരാവുകയില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായിട്ടുള്ള ജനത മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് സമ്പൂർണമായ നിരാശയിൽ അകപ്പെടുകയുള്ളൂ. അപ്പൊ ഇസയുടെ അർത്ഥം എന്താ? സമ്പൂർണ്ണ നിരാശ. ഇസ്തൈഅസയുടെ അർത്ഥം എന്താ? നിരാശയുടെ അടുത്തെത്തിയ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടൽ, ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹോപ്പ്. അപ്പോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു ഹത്താ ഇദാ യഇസ റുസുലു എന്ന് പറയാതെ ഹത്താ ഇദസ്തൈഅസ റുസുലു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ ഇപ്പോ? കാരണം പ്രവാചകന്മാർക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ അവരുടെ മുമ്പിൽ വഴികളില്ലാതിരിക്കുമ്പോൾ, അവരുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയുടെ കിരണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നിരാശയുടെ ലക്ഷണങ്ങൾ അവരിൽ പ്രകടമാകും. അതിനെക്കുറിച്ചാണ് ഇസ്തൈഅസ. എന്നാൽ സത്യനിഷേധികൾക്ക് അങ്ങനെയല്ല, അവർ പൂർണ്ണമായി. അതുകൊണ്ടാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ ആത്മഹത്യ കുറവാണല്ലോ, അല്ലെ? എന്തുകൊണ്ടാ? എങ്ങനെങ്കിലും ഇതൊക്കെ ശരിയാകുന്ന ഒരു വിശ്വാസമുള്ള ആൾ ആത്മഹത്യ ചെയ്യോ? എവിടെയെങ്കിലും ഇസ്തിആസ് ഉണ്ടാവുള്ളൂ. നമുക്ക് മുഅ്മിനുകൾക്ക് എന്തുണ്ടാവുള്ളൂ? ഇസ്തിആസ് ഉണ്ടാവുള്ളൂ. പക്ഷെ കാഫിറുകൾക്കോ സമ്പൂർണ്ണ യഅസ് ഉണ്ടാവും. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാലോ, ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാലോ, ഒന്ന് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാലോ, നല്ല കുറച്ച് ദുആ ചെയ്തിട്ട്, അല്ലെ? അതുകൊണ്ടാണ് വിശ്വാസികൾ മരണത്തെ ആഗ്രഹിക്കരുതെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് വല്ലാതെ മരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്താ? അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ. കാരണം ആ ഒരു പ്രതീക്ഷയാണ്. ഇത് വിശ്വാസികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രവാചകന്മാർക്ക് അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാർക്ക് ഒരിക്കലും സമ്പൂർണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തൈഅസ എന്ന സഹോദരങ്ങൾ പറയാൻ മറ്റൊരു കാരണം, അവർക്ക് പിന്നീട് സന്തോഷം തിരിച്ചു കിട്ടിയല്ലോ. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തിരിച്ചു കിട്ടി, ബിന്യാമിനെ തിരിച്ചു കിട്ടി,
അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് ഇസ്തൈഅസക്ക് അങ്ങനെ ഒരു അർത്ഥം. ഇനി വേറൊരു ഗ്രാമർ അതിൻ്റെ അകത്തുള്ളത്, ഇസ്തഫ് അല വസനില് സാധാരണഗതിയില് ഇസ്തഫ് അല വസനില് ഒരു വാക്ക് വന്നാൽ അതിന്റെ അർത്ഥം ആ പറയുന്ന വാക്ക് ആവശ്യപ്പെട്ടു എന്നാണ്. ഉദാഹരണത്തിന് ഇസ്തഗ്ഫറ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗഫറ, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാല് പാപമോചനം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാലോ പാപമോചനം തേടുക. തേടുക. ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തിഫ്ഹാം ഫഹം ആവശ്യപ്പെട്ടു അല്ലെ? ചോദ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി, ഒരു കാര്യം മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ ഇസ്തിഫ്ഹാം എന്ന് പറയും. എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ ആവശ്യപ്പെടുന്നു. ഇസ്തിഅലാം, നമ്മളിപ്പോ ഈ എയർപോർട്ടിലോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു കൗണ്ടർ കാണാം, അവിടെ ഇസ്തിഅലാമാത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താ അർത്ഥം? എൻക്വയറീസ്. ഇൽമ ആവശ്യപ്പെടുക, അതായത് ഒരു വിവരം ആവശ്യപ്പെടുക അവിടുത്തെ കാര്യങ്ങൾ അല്ല, മനസ്സിലായി? ഇസ്തിഖ്റാജ്, പുറത്തു പോകാൻ ആവശ്യപ്പെടുക, ഇസ്തിഖ്റാജ്. അതേ വസനാണ് ഇവിടെ ഇസ്തിആസ എന്ന് പറഞ്ഞു കൊടുത്ത്. പക്ഷേ ഇവിടെ യഅ്സ് ആവശ്യപ്പെടാന്ന് അർത്ഥമില്ല അതിന്. അപ്പൊ നമ്മളിപ്പം അറബി ഭാഷയിൽ ഒരു കാര്യം, ഒരു ഫീലിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതേ വാചകത്തിൽ എവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ ആ അർത്ഥം അങ്ങനെ തന്നെ അപ്ലൈ ആവൂല. അതിന് ഉദാഹരണമാണ് ഈ ഇസ്തിആസ്. ഇസ്തൈഅസ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ഇസ്തഹ്ജറത്തീൻ എന്ന് പറയും. ഹജർ എന്നർത്ഥം? ഹജർ ഹജർ കല്ല് കേട്ട കല്ല് എന്നുള്ളത് കല്ല് എന്ന് അർത്ഥം പറയുമല്ലോ, ഹജർ. ഇസ്തഹ്ജറ തീൻ എന്ന് പറയും. തീൻ എന്ന് പറഞ്ഞാൽ മണ്ണ്, കളിമണ്ണ് അല്ലെ? മനുഷ്യനെ സൃഷ്ടിച്ച കളിമണ്ണ് എന്നാണെന്നുള്ള ഖുർആനിൽ പറയുന്നത്. അപ്പൊ ഇസ്തഹ്ജറ തീൻ എന്ന് അതിന്റെ അർത്ഥം പറഞ്ഞ അർത്ഥം കളിമണ്ണ് കല്ലാകാൻ അടുത്തു എന്നർത്ഥം. കളിമണ്ണ് ഇങ്ങനെ കുഴച്ച് വെള്ളം ചേർത്ത് കുഴച്ചാൽ എന്താവും? കുറച്ച് കഴിയുമ്പോൾ ഹാർഡാവും അല്ലെ? അത് കല്ലാകാൻ അടുത്തു എന്നുള്ളതിന് ഇസ്തഹ്ജറ തീൻ എന്ന് പറയും. ഇസ്തൗനഖൽ ഹയവാൻ എന്ന് പറയും. ഒരു മൃഗം ഒട്ടകമായതുപോലെ എന്ന് പറയും. പതുക്കെ അത് ഒട്ടകത്തിന്റെ അതേ സ്വഭാവം കാണിക്കുമ്പോൾ അങ്ങനെ പറയും. എന്നതുപോലെയാണ് ഈ ഇസ്തൈഅസ എന്ന് പറഞ്ഞാൽ പതുക്കെ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, അതൊരു ലുക്ക് ലൈക്ക് സംതിങ് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അവിടെയാണ് ഇസ്തൈഅസയുടെ മീനിങ് വരാ, നിരാശപ്പെടാൻ അടുത്തു എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞല്ലോ. ഓൾമോസ്റ്റ് ലോസ്റ്റ് ഹോപ്പ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതങ്ങനെയാണ്. ഗ്രാമർ തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? കടുപ്പാണോ? കടുപ്പാകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതാണ് ഇസ്തൈഅസ. അപ്പൊ അവിടെ ഇസ്തൈഅസയുടെ അർത്ഥം അതാണ്. അതായത് ഒരു നിരാശപ്പെടാൻ അടുത്തു എന്ന ഒരു വസനാണ് ഇസ്തഫ് അല വസനിൽ ഇസ്തൈഅസ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ ഹത്ത ഇതാ എന്നുള്ളതിന് അവിടെ പിന്നെ തഫ്സീറുകൾ പറഞ്ഞു ഇതാ ഫുജാഇയ എന്നാ പറയാം. ഫുജാഇയ, ഫജ്അത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ അവര് അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോ മാത്രമാണ് അവർക്ക് നിരാശ ബാധിച്ചത്. അതായത് ഈ സത്യനിഷേധികൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പ്രബോധനം എത്തിക്കഴിഞ്ഞ ആളുകൾ അവര് ഒരു നിലക്കും വിശ്വസിക്കാതായപ്പോ ആ പ്രവാചകന്മാര് നിരാശയുടെ പടിവാതിൽക്കൽ പതുക്കെ എത്തിച്ചേർന്നു. എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു സംഭവമല്ല, മറിച്ച് ഹത്താ ഇതാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവർ വളരെ ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ വിളിച്ച് എന്തൊക്കെ ചെയ്തിട്ടും അവർ വിശ്വസിക്കാതായപ്പോ അവര് നിരാശപ്പെടാൻ അടുത്തു ആ പ്രവാചകന്മാരെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അതാണ് ആ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചതിലൂടെ അള്ളാഹു ധ്വനിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാർക്ക് പോലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില ഒരു നിരാശയുടെ ലക്ഷണങ്ങൾ ബാധിച്ചു തുടങ്ങി എന്നർത്ഥം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അത് ഒരു പെട്ടെന്നുള്ള ഒരു സംഗതി ആവില്ല. വളരെ നീണ്ട ഒരു കാലഘട്ടം അവർ പ്രബോധനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ശ്രമം അവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് അവർക്ക് ഈ നിരാശയുടെ ആ ഒരു വക്കിൽ അവരെത്തുന്നത്? എന്തായിരിക്കും? ഒന്ന് രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഈ പ്രവാചകന്മാർ വിചാരിക്കും ഞാൻ വേണ്ടത്ര ചെയ്യാഞ്ഞിട്ടാണോ, ഞാൻ വേണ്ടത്ര പരിശ്രമിക്കാഞ്ഞിട്ടാണോ എന്ന ഒരു കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രവാചകന്മാർ വിചാരിക്കും
ഇവരാളുകൾ ചോദിക്കുന്നുണ്ടല്ലോ, പല പല അടയാളങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്താലോ? അല്ലെ? ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്നെ പറഞ്ഞില്ലേ, അള്ളാഹു എനിക്ക് എന്ത് വേണം? എന്താണ് ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടത്? കാല റബ്ബി അരിനി കൈഫ തുഹിയൽ മൗത്ത. റബ്ബെ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോ അള്ളാഹ് എന്താ ചോദിച്ചത്? അവലം തുമ്മിൻ, ഇബ്രാഹിമെ നീ വിശ്വസിക്കണല്ലേ? കാല ബല, എനിക്ക് വിശ്വാസമുണ്ട് റബ്ബെ, പക്ഷെ വലാക്കില്ലി യത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബിക്ക് പിന്നെ പുനർജന്മത്തിൽ, അതായത് രണ്ടാമത് മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുമോ? കാരണം തീയിന്റെ നടുക്കിട്ടിട്ട് ആ തീയിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മകനെ അറുക്കാൻ കത്തി വെച്ചപ്പോ കത്തി മുറിയാതിരുന്ന ആളാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മരുഭൂമിയുടെ നടുക്ക് മകനെയും ഭാര്യയും ഉപേക്ഷിച്ച് പോയിട്ട് അവിടെ നിന്ന് അള്ളാഹു പ്രത്യേകമായി ഒരു വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത ആളാണ് ആര്? ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയാണ് ചോദിക്കണ, പടച്ചോനെ, എനിക്ക് നീ എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് കാണിച്ചു തരണം. അതിന്റെ അർത്ഥം, പ്രവാചകന്മാർക്ക് ചിലപ്പോൾ ഈ ആളുകളുടെ അവിശ്വാസം കാണുമ്പോൾ അവർക്ക് തന്നെ തോന്നിപ്പോകും ഇങ്ങനെയൊക്കെ അള്ളാഹ് ചില അടയാളങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ. ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രായിലെ 90 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. അതായത് പ്രവാചകന്മാരെ ആളുകളെ നിഷേധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദം ഇതാണ്. എന്ത്? ഇപ്പൊ നോക്ക്, ഈ 90-ാമത്തെ ആയത്തിൽ വക്കാലു അവർ പറഞ്ഞു ലൻ നുഅ്മിന ലക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞൊരു വാചകം. ഏത് സൂറ? സൂറത്തിൽ ഇസ്രായേൽ 90 മുതൽ 93 വരെയുള്ള ആയത്ത്, നമ്പർ എഴുതി വെച്ചോ. 90 മുതൽ 93 വരെയുള്ള ആയത്തുകളിൽ അവർ പറയണ ലൻ നുഅ്മിന ലക, ഞങ്ങള് നിന്നിൽ വിശ്വസിക്കുകയില്ല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅൻ, ഈ ഭൂമി ഇങ്ങനെ പിളർന്നിട്ട് അതിലൊരു അരുവി ഇങ്ങോട്ട് പൊട്ടിമുളച്ച് വരണം. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ, അല്ലെങ്കിൽ നിനക്ക് എന്ത് വേണം? ഒരു ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടം ഉണ്ടാവണം. തുഫജ്ജിറൽ അൻഹാറു ഖിലാലഹ തഫ്ജീറ, ആ തോട്ടത്തിൽ നിന്ന് അരുവികൾ ഇങ്ങനെ പൊട്ടി ഒലിക്കണം, അത് ഞങ്ങൾക്ക് കാണണം. ഔ തസ്ഖുത സമാ, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം? കമാ സഅംത അലൈന കിസഫൻ, ആകാശത്തിന്റെ ഒരു കഷ്ണം ഞങ്ങളുടെ മേലെ ഇങ്ങനെ അടർന്നു വീഴണം. ഔ തഅതി ബില്ലാഹി വൽ മലായികത്തു ഖബീല, ഞങ്ങളുടെ മുമ്പിൽ മലക്കുകളും അള്ളാഹു ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കണം. എന്തൊക്കെയാ അവരുടെ ഡിമാൻഡ് നോക്കിയേ. ഔ യകൂന ലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ നിനക്കൊരു നല്ല ആഡംബരത്തിന്റെ ഒരു വീടുണ്ടാവണം. ഔ തർക്കാ ഫിസ്സമ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആകാശത്തേക്ക് കയറി പോണത് ഞങ്ങൾ കാണണം. ഒരു സ്പേസ് ഷട്ടിൽ പോലെ, ഇലോൺ മസ്കിന്റെ എക്സിലെ അതിൽ ഇങ്ങനെ നീ കയറി പോണത്, റോക്കറ്റിൽ നീ കയറി പോണത് ഞങ്ങൾക്ക് കാണണം. വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തൻസല അലൈന കിതാബൻ, നിന്റെ ഈ കാര്യങ്ങളിൽ, നിന്റെ ഈ മന്ത്രങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഒരു പുസ്തകം ഞങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി തരണം. തഖ്റഉഹു നഖ്റഉഹു, ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകം ഒന്നായിട്ട് പ്രിന്റ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഖുൽ, ഈ ഡിമാൻഡുകളൊക്കെയാണ് അവർ വെച്ചത്. എത്രയൊക്കെ ഡിമാൻഡാന്ന് നോക്കിയേ. ഖുൽ, പറയുക, സുബ്ഹാന റബ്ബി, സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ എത്ര, ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, നീ ഒരു ബഷർ, ഒരു മനുഷ്യൻ മാത്രമാണല്ലോ, റസൂൽ, അള്ളാഹുവിന്റെ ദൂതനായിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ. 90 മുതൽ 93 വരെയുള്ള സൂറത്തുൽ ഇസ്രായേലിലെ ഈ ആയത്തുകളിൽ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ ചിലപ്പോഴൊക്കെ പ്രവാചകന്മാർക്ക് തോന്നിയിട്ടുണ്ട്, എന്ത്, ഈ പറഞ്ഞത് അങ്ങോട്ട് കൊടുത്താലോ? പക്ഷേ അള്ളാഹു പറയണെന്താ, അങ്ങനെ എത്ര കൊടുത്താലും അവർ വിശ്വസിക്കൂല. കാരണം എന്താ? തെളിവുണ്ട് അതിന്. ഇപ്പോ സമൂദ് ഗോത്രം, സാലിഹ് നബിയുടെ ഗോത്രം സമൂദ്, അവരെന്താ ആവശ്യപ്പെട്ട? ഒരൊട്ടകത്തെ, ഈ മല പിളർന്നിട്ട് ഒരൊട്ടകത്തെ കൊണ്ടുവരണം. അങ്ങനെ അവസാനം എന്താ സംഭവിച്ച? മല പിളർന്ന് ഒട്ടകം വന്നു. ഒട്ടകം വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വിശ്വസിച്ചോ? ഇല്ലല്ലോ. അവരാ ഒട്ടകത്തെ അറുത്തു. ആ ഒട്ടകം ഇവരുടെ വെള്ളം മുഴുവൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അറുത്തു. അതുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കണം. ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാര് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, അവരെ ജീവിപ്പിക്കണം. റസൂൽ അത് ആഗ്രഹിച്ചു എന്ന് തോന്നിയപ്പോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിന് ഫീൽ ചെയ്തപ്പോ അള്ളാഹ് പറഞ്ഞു,
അങ്ങനെയൊന്നും സംഭവിക്കൂല. കാരണം ബനു ഇസ്രായേലിന് ഇതിനു മുമ്പ് മരിച്ച ആളെ ജീവിപ്പിച്ച് അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെ? മരിച്ച ഒരാളെ ജീവിപ്പിച്ച് അവരുടെ കൺമുന്നിൽ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു എന്നെ ആരാ കൊന്നതെന്ന്, നേരിട്ട് വന്ന് പറഞ്ഞു. പക്ഷേ എന്നവര് വിശ്വസിച്ചോ? സുമ്മ കസത് കുലൂബുക്കും. പക്ഷെ ആ മരിച്ച ആള് എഴുന്നേറ്റ് വരുന്നത് കണ്ണുകൊണ്ട് കണ്ട ആളുകൾ, അവരുടെ ഹൃദയം കടുത്തുപോയി, അവർ വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ ഈ നിരീശ്വരവാദികളൊക്കെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, പടച്ചോൻ ഉണ്ടെങ്കിൽ ഗസയിലെ മുസ്ലിങ്ങളെ പടച്ചോൻ രക്ഷിക്കട്ടെ. പടച്ചോൻ നേരിട്ട് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ അങ്ങോട്ട് തോപ്പിച്ചു എന്നാ ഈ പറയുന്ന നാസ്തികര് വിശ്വസിക്കുമോ? തോന്നണ്ടോ നമുക്ക്? വിശ്വസിക്കൂല. സുമ്മ കസത് കുലൂബുക്കും. അവരുടെ ഹൃദയം അത്ര കടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മിറക്കിൾസ്, ഇത്തരം മുഅ്ജിസത്തുകൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? യസ്തഅജിലൂനക ബിൽ അദാബ്. അവര് ചോദിക്കുന്നത് ഈ മുഅ്ജിസത്ത് അല്ല ചോദിക്കുന്നത്, മറിച്ച് യസ്തഅജിലൂനക ബിൽ അദാബ്, ശിക്ഷ കൊണ്ടുവരാൻ അവർ ധൃതി കൂട്ടാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഉടനെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയും. അപ്പൊ അള്ളാഹു അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കാതിരിക്കലാണ് നല്ലത്. കാരണം കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാത്തവരുടെ അവസ്ഥ എന്തായിരുന്നു? സമൂദ് ഗോത്രം എങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? ഒരൊറ്റ അല്ലെ, ഒരു ഭയങ്കര ശബ്ദം, ആ ഒരൊറ്റ ശബ്ദത്തില് അവരുടെ കംപ്ലീറ്റ് ഡെസിബലുകളൊക്കെ ഭേദിച്ചിട്ട് അവർ കംപ്ലീറ്റ് തകർന്നു പോയി. ഒരൊറ്റ ശബ്ദത്തിൽ അവർ കംപ്ലീറ്റ് വീണുപോയി. അതുപോലെ എല്ലാ ഗോത്രങ്ങളും ഇതുപോലത്തെ അടയാളങ്ങൾ ചോദിച്ചു വാങ്ങിയവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോ പ്രവാചകന്മാര് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുന്ന മറ്റൊരു സംഗതി സൂറത്തിൽ അൻആമിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലവു നസ്സൽന. ഇവർ നേരത്തെ പറഞ്ഞല്ലോ ഒരു കിതാബ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കിതാബ് വേണമെന്ന്. വലവു നസ്സൽന അലൈക കിതാബൻ ഫി ഖിർതാസിൻ. നാം ഒരു കടലാസിൽ ഈ പുസ്തകം, ഈ ഖുർആൻ ഒരു കടലാസിൽ എഴുതിയിട്ട് അവരുടെ അടുത്തേക്ക് അവതരിപ്പിച്ചാൽ ഫലമസൂഹു ബി ഐദീഹിം, അങ്ങനെ അവരുടെ കൈ കൊണ്ട് ഈ കിതാബ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ പറയാ? ലഖാലല്ലദീന കഫറു. അപ്പോ ഇതേ നിഷേധികൾ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇതൊരു മാജിക് ആണ്, അത്ര അവർ പറയുള്ളൂ. അള്ളാഹ് മലക്കും കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു കിർത്താസിൽ, ഒരു പേപ്പറിൽ ഈ കിതാബ് കൊണ്ടുവന്ന് ഇവരുടെ അടുത്തേക്ക് കൊടുത്തിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞാൽ അവരെന്താ ചെയ്യാ? അപ്പോഴും അവർ ഇതേ വർത്താനം പറയുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് പ്രവാചകന്മാരുടെ ഹോപ്പ് ഇല്ലാതായ അവസ്ഥയെക്കുറിച്ച്, അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയണ്. ഇതാണ് ഈ മനുഷ്യരുടെ അവസ്ഥ. വിശ്വസിക്കാൻ വിചാരിച്ചോ എങ്കിൽ അവർക്ക് നിലവിലുള്ളതൊക്കെ തന്നെ മതി. ഖുർആൻ തന്നെ മതിയല്ലോ. മറ്റെല്ലാ ദൃഷ്ടാന്തങ്ങളും അപ്രസക്തമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഏറ്റവും വലിയ മോചിതത്വ ഖുർആനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പടച്ചോൻ ആകാശലോകത്ത് പ്രത്യക്ഷപ്പെട്ട് മക്കളെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ മഹാന്മാരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ പടച്ചോൻ ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കണം എന്നത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകളും നിങ്ങൾ അങ്ങനെ പടച്ചോൻ സഹായിച്ചാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന് അവൻ്റെതായ ഒരു രീതിയുണ്ട്. ഈ പ്രവാചകന്മാർ ഇതൊക്കെ സഹിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിത് ആലോചിച്ച് നോക്കൂ. ഈ സൂറത്ത് യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്നത് എപ്പോഴാ? നമ്മൾ അതിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം എന്താ? ആമുൽ ഹുസൻ. ആമുൽ ഹുസനിൽ എന്താ സംഭവിച്ചത്? ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അബൂ ത്വാലിബ് മരണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഇമോഷണൽ സപ്പോർട്ടായിരുന്നു, ഒരു വൈകാരിക പിന്തുണ ലഭിച്ച ആളായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട്, ഒരു സാമൂഹിക പിന്തുണ കൊടുത്തിരുന്ന ആളായിരുന്നു ആര്? അബൂ ത്വാലിബ്. അദ്ദേഹവും മരണപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ട ഒരു സന്ദർഭമാണ് അത്. എന്ന് മാത്രമല്ല, ഇതിന് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടാൻ ഒരു കാരണമായി തന്നെ, ഡയറക്റ്റ് കാരണമായി പറയുന്നത് ആ ബോയ്ക്കോട്ടാണ്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ഷഅബ് അബി താലിബില് പ്രവാചകനെ ഉപരോധിച്ചല്ലോ. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ ഇല, തൊലി, ഒരു മരത്തിന്റെ ഇലയും തൊലിയും തിന്നിട്ട് 3 വർഷം
അന്ന് ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് സഹാബികൾ രേഖപ്പെടുത്തിയ ഒരു ഘട്ടമാണത്. ശരിക്കും ആ ഒരു പട്ടിണി, അതായത് 3 കൊല്ലം നമ്മൾ ആലോചിച്ച് നോക്കൂ, 3 കൊല്ലം മരത്തിന്റെ ഇലകളും തൊലിയും അതൊക്കെ ഭക്ഷിച്ച് ജീവിക്കേണ്ടി വരിക. അങ്ങനത്തെ ഒരു 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 കഠിനമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ പ്രവാചകൻ തന്റെ സ്വന്തം ആളുകൾ, അത് ആരാ ബോയ്ക്കോട്ട് ചെയ്തത്? വേറെ എവിടെന്നോ മറ്റൊരു അയൽപക്കത്തെ രാജ്യമൊന്നും അല്ല ബോയ്ക്കോട്ട് ചെയ്തത്. പിന്നെയോ അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബനു ഹാഷിം കുടുംബത്തിലെ ആളുകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പുറത്തുള്ള ഒരാൾ വന്നിട്ട് നമ്മളെ രണ്ടടി അടിച്ചാൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ തൊട്ട് ബന്ധത്തിലെ, തൊട്ട് കുടുംബത്തിലെ ആളാണ് നമ്മളെ അടിക്കണമെങ്കിലോ ആ ഫിസിക്കൽ പെയിനിനേക്കാളും വളരെ പെയിൻഫുൾ ആയിരിക്കും എന്ത്, അത് നമ്മൾ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിൻ. അങ്ങനത്തെ ഒരു ഇമോഷണൽ പെയിനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഹത്താ ഇദ സ്തൈഅസ റുസുൽ, പ്രവാചകന്മാർക്ക്, അതായത് മൊത്തം മനുഷ്യരിലുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുമല്ലോ. നോ ഹോപ്പ് ഇൻ ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിൽ തന്നെയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ഒരു നമ്മുടെ തന്നെ നമുക്ക് അങ്ങനെ സംഭവിച്ചാല് നമ്മളുടെ ലോകത്തെക്കുറിച്ചുള്ള സകല അഭിപ്രായങ്ങളും തെറ്റുമല്ലോ. എന്നോട് അവൻ അങ്ങനെ പറഞ്ഞു, എന്നോട് അവൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ്. അത് ഫിസിക്കൽ പെയിൻ ആയിരിക്കില്ല, മറിച്ച് ഇമോഷണൽ പെയിൻ ആണ്. അപ്പോ പക്ഷെ പ്രവാചകന്മാര് അതിനെ ഒരിക്കലും എന്തായി കണ്ടിട്ടില്ല, മുഴുവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കണ്ടിട്ടില്ല. അവർ അള്ളാഹുവിനോട് അവരുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ആവശ്യപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, അള്ളാഹു അവരോട് ആവശ്യപ്പെടുന്ന ഇതേ ഉപദ്രവിച്ച ആളുകളുടെ അടുത്തേക്ക് പിന്നെയും പോവാനാ പറയുന്നത്. അല്ലെ, നമ്മൾ ഉപദ്രവിച്ച ഒരാളുടെ അടുത്ത് നമ്മൾ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പരമാവധി പോവുള്ളൂ അല്ലെ. 3ാമത് പോവോ? നൂഹ് നബിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഞങ്ങള്. 950 വർഷം 950 വർഷം ഒരേ ആളുകളുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവര് ചോദിക്കണ്ടാവില്ലേ, ഈ 100 വർഷം മുമ്പ് നീ ഇതല്ലേ പറഞ്ഞത്, 200 വർഷം മുമ്പ് ഇതന്നല്ലേ പറഞ്ഞത്, 300 വർഷം മുമ്പ് ഇതന്നല്ലേ പറഞ്ഞത്, 450 വർഷം മുമ്പ് ഇതന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഇങ്ങനെ നിരാശപ്പെടുത്തിയ, ഇങ്ങനെ ഉപദ്രവിച്ച ആളുകളുടെ മുമ്പിൽ നമ്മൾ വിചാരിക്കും, നൂഹ് നബിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, സൂറത്ത് നൂഹിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബി ലാ തജ്അൽ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഭൂമിയിൽ ഒറ്റ ആളെയും വച്ചേക്കരുത് റബ്ബേ, ഇന്നക ഇൻ തദർഹും ലാ തലിദു ഇല്ലാ ഫാജിറൻ കഫർ, അവരെ നീ അങ്ങനെ ഭൂമിയിൽ അവരെങ്ങനെ വിട്ടാല് അവർ വീണ്ടും കാഫിറിനും ഫാജിറിനെ മാത്രമേ പ്രസവിക്കുള്ളൂ. എപ്പോഴാ അത് നൂഹ് നബി പറയുന്നത്? എപ്പോഴാ പറയുന്നത്? 950 വർഷം. എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് പോയിട്ടുണ്ടാവും? 950 കോടി പ്രാവശ്യം പോയിട്ടുണ്ടാവും. നമ്മളാണെങ്കിലാ ഒരാളുടെ അടുത്ത്, അല്ലെ, നമ്മളിപ്പോ ദഅവനെ കുറിച്ചൊക്കെ പറയുമ്പോ, നമ്മൾ ദഅവായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനമായിട്ട് ഒരാളുടെ അടുത്ത് പോയാലേ, നാളെ മുതൽ ഇങ്ങോട്ട് വന്നു പോരുത്, വന്നാൽ കാല് തല്ലി അടിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാം. എന്ന് മാത്രമല്ല, അവൻ അവൻ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും. നമ്മൾ അവനെതിരെ പാര പണിയും, അല്ലെ. പക്ഷേ ഈ ദീനിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ്. നമ്മളെ എത്ര ധിക്കരിക്കുകയും നമ്മളെ എത്ര അവഗണിക്കുകയും, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഇപ്പൊ നമ്മൾ പറയും ക്രിസ്ത്യാനികൾക്ക് നമ്മളോട് അസൂയാണ്, സംഘികൾക്ക് നമ്മളോട് അസൂയാണ്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് എത്ര പോകുന്നുണ്ട്? നമ്മൾ അവരോട് ഇത് പോയിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ദീൻ പറയണ്ട, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു സാധാ അയൽക്കാരൻ എന്നുള്ള നിലക്ക് നമ്മുടെ അയൽപക്കത്തുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളോട്, ഹിന്ദു സഹോദരങ്ങളോട് പോകാറുണ്ടോ? നമ്മൾ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാറുണ്ടോ? അവരെ പോയിട്ട് സന്ദർശിച്ച് അവരുടെ രോഗവിവരങ്ങൾ അറിയാറുണ്ടോ? പലപ്പോഴും നമ്മൾ ആളുകളെ കോളത്തിലാക്കി നിർത്തിയിരിക്കാൻ, അവൻ RSS ആണ്, ഇവൻ രാജ്യദ്രോഹിയാണ്, ഇവൻ ക്രിസംഖിയാണ്. ശരിക്കും വാസ്തവത്തിൽ ഈ പ്രവാചകന്മാരുടെ ഈ കഥ പറയുന്നിടത്ത് അള്ളാഹു നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. നിങ്ങൾ ആ അർത്ഥത്തിൽ സമ്പൂർണമായിട്ട് ഒരാളെ കുറിച്ചും നിരാശപ്പെട്ട അവസ്ഥ. ഇപ്പൊ മൂസാ നബീനോട് അള്ളാഹു ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ടല്ലോ, അല്ലെ.
ഇദ്ഹബില ഫിർഔൻ, ഫിർഔന്റെ അടുത്ത് പോയിട്ട് പറയൂല, അല്ല നീ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, വളരെ മൃദുവായ വാക്ക് പറയൂ. ചിലപ്പോൾ ഒരു പക്ഷെ അവൻ അത് ഉൾക്കൊണ്ടാലോ. അള്ളാഹ്ക്കറിയാലോ, അള്ളാഹ്ക്കറിയാലോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫിറൗനെ ചെങ്കടലിൽ മുക്കിക്കൊല്ലും. അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ അത്? അള്ളാഹ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. എന്നിട്ട് മൂസാ നബിയോട് അള്ളാഹ് എന്താ പറയണ? പോയി നോക്ക് മൂസ, പറഞ്ഞു നോക്ക്. മൂസാ നബി പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് റബ്ബെ, ഞാൻ അവരിൽ ഒരാളെ കൊന്നിട്ടാ പോന്നേക്കണ. അത് സാരല്ല, നീ നിന്റെ ബ്രദറിനെ കൂട്ടിക്കോ, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ, നിങ്ങളുടെ ഒപ്പം ഞാൻ പറയണതൊക്കെ കേട്ടോ. പക്ഷെ നീ പോയിട്ട് അറുത്തു മുറിച്ചൊന്നും പറയരുത്, കടുത്ത വാക്കൊന്നും പറയരുത്, ക്രിസംഗിന്നോ RSS എന്നോ അവനെ വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? കൗലൻ ലയ്യിനൻ, മൃദുവായ വാക്ക് പറയണം, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം, നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കണം, റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. ഇത് അള്ളാഹ് പറയണ എന്തിനാ നമ്മളോട്? ഈ ചരിത്രമൊക്കെ എന്തിനാ പറയുന്ന? ഈ പ്രവാചകന്മാരെ കുറിച്ചുള്ള അവരുടെ ഇസ്തിഹാസിനെ കുറിച്ച് അള്ളാഹു പറയുന്ന. ഈ പ്രവാചകന്മാർ ഏതൊരു ഘട്ടത്തിലാണ് അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്? മജ്നൂനുൻ വസ്ദുജിർ, പ്രവാചകനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹ് പറയണ, നീ ഇവിടെ വരെ ചെയ്യരുത് എന്ന് ഒരൊറ്റ അടിക്ക് പിന്നെ ആക്രോശിച്ച് പുറത്താക്കിയ ആളെ കുറിച്ചാണ് ആ പറയുന്നത്. മജ്നൂൻ, നീ ഭ്രാന്തനാണ്, നിനക്ക് വട്ടുണ്ട്. വസ്ദുജിർ, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോ, ഈ ഭാഗത്തേക്ക് കണ്ടുപോരുത്, കണ്ട കാല് തല്ലോടിക്കും എന്ന് പറയുന്ന വാക്കാണ് വസ്ദുജിർ. മജ്നൂനൻ വസ്ദുജിർ. ഇതൊക്കെ പറഞ്ഞിട്ടും അള്ളാഹു അവരോട് പറഞ്ഞെന്താ? പിന്നെയും പോയിട്ട് വിളിക്കാനാ പറഞ്ഞത്, അല്ലെ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഈ ഖുർആൻ ഓതുന്നു, സൂറത്ത് യൂസുഫിലെ 110-ാമത്തെ ആയത്ത് നമ്മളിങ്ങനെ വളരെ തജ്വീദ് അനുസരിച്ച് ഇങ്ങനെ ഓതുന്നുണ്ട്. പക്ഷെ ആ ആയത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂല് സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ. നേരത്തെ പറഞ്ഞ 3 കൊല്ലത്തെ ബോയ്ക്കോട്ട്, അവർ കല്ലെറിഞ്ഞോടിച്ചത് തായിഫിൽ നിന്ന്, ബദറിലെ യുദ്ധം, ഉഹുദിലെ അല്ലെ, എത്രയോ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഖുർആൻ നമ്മളിലേക്ക് അള്ളാഹിന്റെ റസൂൽ എത്തിക്കുന്നത്. നമുക്കിപ്പോ ഇരുന്നിങ്ങനെ ഓതിയാൽ മതി, നമുക്കിപ്പോ ഇരുന്നിങ്ങനെ അർത്ഥം പറഞ്ഞാൽ മതി. വാക്കർത്ഥം, അതിന്റെ ഇസ്തൈസയുടെ അർത്ഥം ഇങ്ങനെയാണ്, അതിന്റെ അങ്ങനെയാണ്, AC റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അത് നമ്മിലേക്ക് എത്താൻ ഈ പ്രവാചകന്മാർ എത്ര ത്യാഗം സഹിച്ചു. അതാണ് അള്ളാഹുവിന്റെ ഈ വിസ്ഡത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലന്നു അന്നഹും ഖദ് കുദിബു, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ പ്രവാചകന്മാർക്ക് തോന്നുന്നത്, ഞങ്ങളോട് കളവ് പറയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഖദ് കുദിബു എന്ന് പറഞ്ഞാൽ അവരോട് കളവ് പറയപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ഖദ് കുദിബു എന്നാണ് ഓതാൻ പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ ഖദ് കുദിബു എന്ന് ഓതരുത്. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഖദ് കുദിബു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അവരോട് കളവ് പറഞ്ഞു എന്നാണ്. മആദല്ലാ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഓതുമ്പോ ഖദ് കുദിബു എന്ന് തന്നെ ഓതണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസ് അതിന് കൊടുത്ത അർത്ഥം അങ്ങനെയല്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞത് പിന്നെ അത് ആ അർത്ഥത്തിൽ അവർക്ക് കളവാക്കപ്പെട്ടു എന്ന് തോന്നിയതിനെ കുറിച്ചാണ് ദൈവർ ലൈഡ് ടു, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ വികാരങ്ങളാണ് അവർ കളവാക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒന്നുകൂടി വളരെ വിശദമായിട്ട് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും വാചകങ്ങൾ പരസ്പരം താരതമ്യം ചെയ്തിട്ട് നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. അപ്പോ പ്രവാചകന്മാർക്ക് തോന്നി തന്റെ അനുയായികൾ വരെ ചിലപ്പോഴൊക്കെ സംശയത്തിലാകുമോ, അല്ലെ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അതായത് എല്ലാ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഈ ദീനിലേക്ക് കൂട്ടിയിട്ട് ഇപ്പൊ നോക്കൂ, ഇപ്പൊ ബദറാണ്, ഇപ്പൊ ഉഹുദാണ്, യുദ്ധം ചെയ്യാനാ പറയുന്നത്, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വിട്ടു പോകാനാ പറയുന്നത്, ഹിജ്റ പോകാനാണ് പറയുന്നത്. ഇത് പല പ്രവാചകന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. പല പ്രവാചകന്മാരുടെയും അനുയായികൾ വരെ, അവരിൽ വിശ്വസിച്ച ആളുകൾ വരെ അവസാന നിമിഷം എന്ത് ചെയ്തു? കാലുമാറിപ്പോയി. അതല്ല ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതല്ലേ? 300ഓളം അനുയായികൾ മാറിപ്പോയില്ലേ? മുനാഫിക്കുകൾ മാറിപ്പോയില്ലേ? അവര് പറഞ്ഞെന്താ? യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങളെ കിട്ടൂല, മദീനയില് ആ ഒരു കംഫർട്ടിൽ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ മുസ്ലിമങ്ങളായിക്കോളാം, പക്ഷെ യുദ്ധം അത് ഞങ്ങൾക്ക് പറ്റില്ല. അത് ഞങ്ങള് ഈ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചത് ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണ പോലെ, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കണ പോലെ, അതാണ് ഇസ്ലാം ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണെന്നാണ്. പക്ഷെ യുദ്ധം പോലത്തെ സംഗതികൾക്കൊന്നും ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞ് അവർ പിന്നിട്ട് പോയി, അല്ലെ? അവരിട്ടെറിഞ്ഞു പോയി. അപ്പൊ അങ്ങനെ സ്വന്തം അനുയായികൾ വരെ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ
പല പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് കത് കുതിബു. ഞങ്ങൾക്ക് ഈ കിട്ടിയതൊക്കെ ചിലപ്പോഴെങ്കിലും ഒരു ഒരു എന്താ പറയാ, അവർക്ക് തന്നെ തോന്നിപ്പോയി ഇത് ഒരു പക്ഷെ ഇതൊക്കെ ഒരു 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 എന്താ പറയാ, ഒരു ഊഹമായിരിക്കോ, ഒരു സങ്കല്പമായിരിക്കോ, അള്ളാന്റെ സഹായം കിട്ടൂലേ എന്നൊക്കെ അവർക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ഇതാ ഹത്ത ഇതാ വലന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുന, അപ്പോഴാണ് നമ്മുടെ സഹായം അവർക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് ഇനിയും മനസ്സിലാക്കാനുണ്ട് ഈ ആയത്തില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖദ് കുദിബു എന്നുള്ളത് ഖദ് കുദിബു ആണോ കുദ്ദിബു ആണോ, ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും ആ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ഏറെക്കുറെ ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം, ഈ പ്രവാചകന്മാരിലെ ആളുകൾ കളവാക്കാനുണ്ടായ സാഹചര്യം, പല സമൂഹം മുൻകഴിഞ്ഞു പോയ പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം, അത് ഏതൊരു അർത്ഥത്തിലാണ് അവർക്ക് ആ പരിണതി ഉണ്ടായത്, എങ്ങനെയാണ് അവർ ആ ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب احزاننا وهمومنا اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا اللهم اجعله لنا دليلنا إلى جناتك جنات النعيم اللهم آنس بالقرآن وحشتنا في القبور اللهم اجعل القرآن شفيعا لنا يوم القيامة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. عليكم السلام.